ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫ്രോക്ക് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇതുപോലെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടി എടുത്തിട്ടിരിക്കുകയാണ്. അക്കോബയുടെ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് ഇതുപോലെ കസ്റ്റമർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഞാൻ മെയിൻ ക്ലോത്ത് എടുത്തു. മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ യോക്ക് പാർട്ടിന് വേണ്ടിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം തിരിച്ച് നാലായിട്ട് മടക്കിയെടുക്കുന്നു. ഒന്നുകൂടെ രണ്ടായിട്ട് മടക്കുന്നു. ഇതേപോലെ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ മടക്കിയിട്ടു. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് അളവ് അനുസരിച്ച് ഒന്ന് അളന്നെടുക്കാം കറക്റ്റായിട്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെസ്റ്റ് അളവും തയ്യൽ തുമ്പും കൂടെ കൂട്ടി കറക്റ്റ് നമ്മളത് കട്ട് ചെയ്തെടുത്തു. ബാക്കി നമുക്ക് സ്കേർട്ടിന് വേണം. അപ്പം ആ 4 പീസാണ് ഇത് വെച്ച് കണ്ടില്ലേ, 4 ഭാഗങ്ങളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ ഇറക്കം എത്രയാണോ ആ ഇറക്കവും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇറക്കം 15 ആണെങ്കിൽ അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 16 കൊടുക്കണം. 1/2 ഇഞ്ച് താഴെ സ്കർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ പോകും. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിനിങ്ങിന് പോകും. അതിനുവേണ്ടി അതിനുശേഷം നമുക്കത് കറക്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് വേണം നമുക്കിതിൽ അളവുകൾ കൊടുക്കാൻ. അപ്പോൾ ഇതിവിടെ ഷോൾഡർ ആദ്യം ഞാൻ ഷോൾഡർ കൊടുക്കുകയാണ്. അളവ് 15 വന്നിരിക്കുന്നത്. ഫുൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തത് അതിൻ്റെ പകുതി തന്നെ അങ്ങ് കൊടുത്തു. 7.5 ഇഞ്ച് ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതുപോലെ തന്നെ ആം ഹോള് 7 ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതും ഇതേപോലെ അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്കൊന്ന് സ്ക്വയറാക്കി വരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് എത്രയാണോ അത്രയും കൊടുക്കാം. ഇവിടെ ഒരു 9.25 ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൊടുക്കുന്നു. അപ്പം നിങ്ങളുടെ അളവ് എത്രയാണോ അത് കൊടുക്കുക. അതേപോലെ തന്നെ വേസ്റ്റ് അളവും ഇവിടെ ഒരു 9 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്രയാണോ വേണ്ടുന്നത്, നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇതേപോലെ കൈക്കുഴിയുടെ ഭാഗം കറക്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കറക്റ്റ് 7 നമ്മൾ കൊടുത്തിരുന്നേ, ആ 7ൻ്റെ പകുതി 3.5 അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് ഇതേപോലെ ഒരു കർവായിട്ട് വരച്ചു കൊടുത്തു. എന്നിട്ട് മേളിൽ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു ഷോൾഡർ ജോയിങ്ങിന്. അതിനുശേഷം നമ്മൾ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെസ്റ്റ് അളവ് അടയാളപ്പെടുത്തി അവിടെ വരെ ഒന്ന് നോക്കണം. നമ്മുടെ കറക്റ്റ് ആംഹോളിൻ്റെ അളവുണ്ടോ എന്നറിയാനാണ് അത് ചെയ്തത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നമുക്ക് ആ മുകൾ ഭാഗം ഇതുപോലെ ജോയിൻ്റ് ആണ് വന്നിരിക്കുന്നത്. അവിടെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് മധ്യഭാഗത്തൊന്ന് ഒരു ചെറിയ കട്ട് കൊടുക്കണം, അടയാളം നമുക്ക് കറക്റ്റ് അറിയാൻ വേണ്ടി. ഇനി ഞാൻ ഇതേപോലെ സ്കേർട്ട് പാർട്ടിൻ്റെ ക്ലോത്ത് ഇത് കറക്റ്റ് 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ മധ്യഭാഗത്തുനിന്ന് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ചെറിയ പ്ലീറ്റ് ഇട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് പാർട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതേപോലെ 2ആയിട്ട് ആദ്യം മടക്കിയിട്ടു. അതിനുശേഷം ഒന്നുകൂടെ 2ആയിട്ട് മടക്കി, അങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടു. അത് നമുക്ക് കട്ട് ചെയ്യുന്നതിന് എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതിന് ആദ്യം അടിഭാഗത്ത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം വേണം ഇതിൻ്റെ ഇറക്കം അടയാളപ്പെടുത്തി കൊടുക്കാൻ. അപ്പോൾ ഇവിടെ ഇറക്കം എടുക്കുമ്പോഴത്തേനും നമ്മൾ താഴെ മടക്കിയടിക്കാനുള്ള തയ്യൽ തുമ്പും മുകളിൽ നമുക്ക് ആ ബോഡി പാർട്ടുമായിട്ട് ചേർക്കാനുള്ള തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വേണം കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് വരച്ചെടുക്കാം. വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ പാർട്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇത് നമ്മൾ ഓരോ പീസ് മാറ്റി വെച്ചില്ലേ, മധ്യഭാഗം കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടും ആ ഭാഗം
അപ്പോൾ 2 പീസ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ നമുക്ക് തന്ന ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ ക്രേപ്പിൻ്റെ ലൈനിങ്ങിൽ ഇതുപോലെ 2ആയിട്ട് മടക്കിയിട്ടു. എന്നിട്ട് 4ആയിട്ട് തിരിച്ച് മടക്കി നമ്മൾ ആദ്യം നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തില്ലേ മെയിൻ തുണിയിൽ, അതേപോലെ. അതിനുശേഷം ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി പാർട്ടിൻ്റെ അതെടുത്ത് ഒരു പീസ് എടുത്ത് നമ്മൾ ഇതിൻ്റെ പുറത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് ക്രേപ്പിൻ്റെതായതുകൊണ്ടാണ് ഞാൻ ആദ്യം മറ്റേ മെയിൻ തുണി കട്ട് ചെയ്തത്. അപ്പോൾ അതിനുശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ 2 പാർട്ടും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ 4ആയിട്ടാണല്ലോ മടക്കി ഇട്ടേക്കുന്നത്. അന്നേരം 2 പീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ഇനി അവിടെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് അതിൻ്റെയും ലൈനിങ് തുണിയുടെയും മധ്യഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കറക്റ്റായിട്ട്. അതിനുശേഷം അതിൻ്റെ ഒരു പാർട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ആ മെയിൻ ക്ലോത്ത് ചെയ്തില്ലേ സ്കർട്ടിൻ്റെ ഭാഗം, അതേപോലെ തന്നെ നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ്ങിലും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. അതിനുശേഷം ഒന്നുകൂടെ മടക്കുക, അതായത് നമുക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഇത് കറക്റ്റ് 2ആയിട്ട് മടക്കിയിടുകയാണ്, ലെവലാക്കി ഇടുന്നു. കണ്ടില്ലേ? എന്നിട്ട് ഒന്നുകൂടെ അങ്ങ് മടക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മെയിൻ ക്ലോത്ത് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് അടയാളപ്പെടുത്തി കൊടുത്താലും മതി. ഇത് പാവാടയുടെ ഭാഗം നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ കട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതേപോലെ കമൻ്റ് ഇടണം കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുത്തു. അതിനുശേഷം നമുക്കൊന്ന് ലെവലാക്കി കൊടുക്കാം. അടിഭാഗം ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമുക്ക് മെയിൻ തുണി കട്ട് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മുകളിൽ ഏറ്റവും ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വരുമല്ലോ, 2 പീസ് വീതമാണ്. നമ്മൾ ഇതിലെല്ലാം പ്ലീറ്റ്സ് ഇട്ട് കറക്റ്റായിട്ട് മെയിൻ പാർട്ടിനും പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കും, ലൈനിങ്ങിനും അതെ. അതിനുശേഷമാണ് നമ്മൾ ബോഡി പാർട്ടുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ബാക്കിൽ നമ്മൾ വള്ളിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത പാർട്ടിലാണ് വരുന്നത്. ഇത് കട്ടിങ് മാത്രമാണ് ഞാൻ ഇതിലിടുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ മെയിൻ തുണി നമ്മൾ ഇതുപോലെ മുകളിലേക്ക് മടക്കിയിട്ടു. കറക്റ്റായിട്ട് അതുപോലെ തന്നെ നിവർത്തിയിട്ടിട്ടാണ് കട്ട് ഇത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ 4ആയിട്ട് മടക്കിയില്ല, മെയിൻ തുണി 4ആയിട്ട് മടക്കിയായിരുന്നു നമ്മൾ കട്ട് ചെയ്തത്. ഇത് 2ആയിട്ട് മടക്കിയിട്ടിട്ടേ ഉള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല, മെയിൻ തുണിയുടെ അത്രയും ഒരു വീതി ഇതിലേക്ക് വരുന്നില്ല, അതുകൊണ്ടാണ്
അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. മറ്റേതാകുമ്പോൾ നമ്മൾക്ക് നിവർത്തിയിടുമ്പോഴത്തേനും വീതി കൂടുതലാണ്. അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാൻ പാട്. അതിനാണ് 4ആയിട്ട് മടക്കിയിട്ടത്. അത്രയും വ്യത്യാസമേ ഉള്ളേ. അപ്പം അടുത്ത ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ 2ആയിട്ട് മടക്കിയിടുന്നു. അതും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നു. അടിഭാഗം ഇതുപോലെ നമ്മൾ കറക്റ്റ് ലെവലാക്കി കൊടുക്കണം കേട്ടോ. ലെവലാക്കി കൊടുത്തതിന് ശേഷം വേണം മെയിൻ ക്ലോത്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ആദ്യം നമ്മൾ കട്ട് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇതും കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടില്ലേ, ഇതേപോലെ വെച്ചിട്ട് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നെക്ക് നമ്മൾ ക്യാൻവാസയിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എത്രയാണോ അളവ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വള്ളി വേണമല്ലോ, ബാക്കിലേക്ക് വള്ളിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ 2ആയിട്ട് മടക്കി നമുക്ക് വേണ്ടുന്ന ഒരു 3 ഇഞ്ച് അളവൊക്കെ കൊടുത്താൽ മതി. 3 ഇഞ്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കി ആണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കും. അതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിപ്പോൾ ഞാൻ വേറൊരു തുണിയിൽ ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഓക്കെ, താങ്ക് യു.